ഹായ്. പലപ്പോഴും നിങ്ങൾ സെയിൽസ്, മാർക്കറ്റിംഗ് എന്നീ രണ്ട് ടേംസുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലൊരു പേടി തോന്നാറുണ്ടോ? പലപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു കോൺഫിഡൻസ് കുറഞ്ഞു പോകാറുണ്ടോ? എന്നാൽ അതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റിംഗിൽ അല്ലെങ്കിൽ സെയിൽസിൽ നിങ്ങൾ നടത്തുന്ന അപ്രോച്ചാണ്. എന്താണ് 3 കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായും ഇതിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്നാമത്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് ആരാണെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. അവരുടെ പേഴ്സണാസ് എന്താണ്, നിങ്ങളുടെ കസ്റ്റമേഴ്സ് ഏതെല്ലാം ഏജ് ലെവലാണ്, അവരുടെ ഇൻട്രസ്റ്റുകൾ എന്താണ്, അവരുടെ ഫൈനാൻഷ്യൽ കപ്പാസിറ്റി എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. രണ്ടാമത്തത്, അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് ആയിട്ട് നിങ്ങൾക്ക് എപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റ് അവതരിപ്പിക്കാൻ കഴിയുന്നു അപ്പോൾ മാത്രമേ ഉള്ളൂ അവർക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർ മൈൻഡ് ചെയ്യുള്ളൂ. മൂന്നാമത്തെ യഥാർത്ഥമായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും നിങ്ങൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് സെയിൽസ് ചെയ്യാനായിട്ട് പോകരുത്. പകരം ഒരു സെയിൽസ് പിച്ച് പോലെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് വിൽക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊഡക്റ്റ്, പകരം നിങ്ങളുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ ഈ ഓഡിയൻസിനുണ്ടായിട്ടുള്ള ഈ പ്രോബ്ലത്തിൻ്റെ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ ബോധ്യപ്പെടുത്തുക. ഈ 3 സിമ്പിൾ ടെക്നിക്കുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ മാർക്കറ്റിംഗ് എന്നുള്ള ഈ ഒരു പേടി അല്ലെങ്കിൽ അത് നമുക്കുണ്ടാക്കുന്ന ഒരു ഫിയർ വരുന്നുണ്ട്. മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് ഇതൊന്നും നമുക്ക് കഴിയാത്തതാണ്. ഇത് നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്ക് പരിഹരിക്കാവുന്നതാണ്. നിങ്ങളുടെ മാർക്കറ്റിങ്ങിൽ ഒരു വലിയ വിജയം കാണാൻ ഈ 3 പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചാൽ നിങ്ങൾക്ക് കഴിയുന്നതാണ്. ഓക്കെ, താങ്ക് യു.